പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് തരുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു തവണ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്നൊരു കല്യാണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് തരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകൾ മാറാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്താൽ മതി. ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നിങ്ങളൊരു 30-35 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ എല്ലാവർക്കും അറിയാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡാർക്കായിട്ട് ഫ്രൈ ചെയ്യരുത്. ചെറിയ ഒരു ബ്രൗൺ കളറിലാകുമ്പോഴത്തേക്കും നമുക്കിതെടുക്കാം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യുന്ന കാണാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു 2 സ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുമെന്ന് പറയുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കരുത്, അല്ലാതെ തന്നെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പം തന്നെ ഇത് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഫുൾ ബോഡിയിൽ ടാൻ മാറാനായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് കളറൊക്കെ ചേഞ്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു പരുവാകുമ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടിൽ തന്നെ വെച്ചിരുന്ന കുറച്ചും കൂടെ ഇത് നല്ല പാകമായിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ കുറച്ചേറെ മഞ്ഞൾപ്പൊടി എടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഇതിൽ നിന്ന് 1 സ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുക്കേണ്ടത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. 1 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തൈരാണ്. 1 സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. 1 സ്പൂൺ തേന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. അടിപൊളി റിസൾട്ടാണ്. നമ്മളൊരു ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്തു നോക്കുക. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ ഫേസിലെ സൺ ടാനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ലിപ്സിന് സൈഡിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും കണ്ണിന് താഴെയുള്ള കറുത്ത കളറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം.
ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിയിലുള്ള ടാൻ മാറാനായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുമ്പം ഒരു തവണ യൂസ് ചെയ്യുമ്പം തന്നെ നല്ല ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം അതേപോലെ തന്നെ നമുക്ക് കൊച്ചു കുട്ടികളില്ലേ 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും നമുക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ടാണ്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലെ കരിവാളിപ്പ്, സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തോരം വ്യത്യാസം ഉണ്ടെന്ന്. അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.